ഈ JCB ഓപ്പറേറ്റർ എന്താണ് ഈ കാണിക്കുന്നത്? ചോദ്യം പത്തനംതിട്ട നഗരത്തിലെ വ്യാപാരികളുടേതാണ്. കാര്യം ഓടനിർമ്മാണം നടക്കുകയാണ്. പക്ഷെ ഇങ്ങനെയാണോ ഒരു കോൺക്രീറ്റ് കെട്ട് ഇടിച്ചു മാറ്റേണ്ടത്? നാട്ടിൽ ആധുനിക ഉപകരണങ്ങൾ ഒന്നുമില്ലേ ഈ കോൺക്രീറ്റ് കെട്ട് ഇടിച്ചു കളയാൻ? വലിയ ശബ്ദവും പ്രകമ്പനവും കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പറയുന്നു. JCB സാധാരണ മണ്ണ് മാറ്റുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടുന്നതിനും ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അതല്ലാണ് സംഭവിക്കുന്നത്. ഇതിട്ട് അടിച്ച് വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ അടിച്ച് പൊട്ടിച്ചെടുത്ത് കളയുക. അപ്പോൾ അതെന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള പഴയ കെട്ടിടങ്ങളുണ്ട്, പുതിയ കെട്ടിടങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ബലത്തെ ബാധിക്കും. തിരുവല്ലക്കുമ്പഴ സംസ്ഥാന പാത പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് പത്തനംതിട്ട നഗരത്തിൽ ഓട നിർമ്മാണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം റോഡരികിലെ കെട്ടിടത്തിന്റെ പാരപ്പറ്റ് ഇളകി വീണിരുന്നു. ഭാഗ്യത്തിന് ആർക്കും അപകടം സംഭവിച്ചില്ല. ഇതിനോടനുബന്ധിച്ചാണ് ഈ തൊട്ടടുത്ത കെട്ടിടത്തിന്റെ പാരപ്പറ്റ് കഴിഞ്ഞ ദിവസം പകല് 7:30 മണിക്ക് ഇടിഞ്ഞു വീഴുന്നത്. രാവിലെ ഇടിഞ്ഞു വീഴുമ്പം ഏതായാലും ഭാഗ്യം കൊണ്ട് ആൾക്കാരും അതുവഴി യാത്രയില്ലായിരുന്നു. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ATM കൗണ്ടറിന്റെ ഫ്രണ്ടാണ്. ATM കൗണ്ടറിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ കയറി ഇറങ്ങുന്ന അത് എപ്പോഴും ആൾക്കാർ കയറി ഇറങ്ങുന്ന ആ സ്ഥലത്ത് ഇത് ഇടിഞ്ഞു വീഴുന്ന സമയം രാവിലെ ആയതുകൊണ്ട് അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് റോഡ് ഓട നിർമ്മാണം വേഗത്തിലാക്കണമെന്നും വ്യാപാരികൾ പറയുന്നു. റിപ്പോർട്ടർ പത്തനംതിട്ട.